ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 4 ആഴ്ചകളിലേക്ക് അടുക്കാറാവുമ്പോൾ ബിഗ് ബോസിൻ്റെ ഫിനാലെ അടുക്കും തോറും മത്സരാർത്ഥികൾക്ക് പേടി തോന്നുവാണ്, ഭയം തോന്നുവാണ്. അപ്പം സപ്പോർട്ട് കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫാമിലി വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ ഇപ്പം സാധാരണ ഫാമിലി വീക്ക് ഒരു 70-80 എപ്പിസോഡിലാണ് വരുന്നത്. പക്ഷേ ഈ വട്ടം ബിഗ് ബോസ് മുമ്പേ ഫാമിലി വീക്ക് കൊടുത്തത് എന്നത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60ാമത്തെ എപ്പിസോഡിൽ ഫാമിലി വീക്ക് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് അവരെ വെച്ചിട്ട് എങ്ങനെയായാലും പുറത്തുനിന്ന് അവരുടെ ഫാമിലി ആകുമ്പം അകത്തുള്ള ആൾക്കാരെ അറിയും ആർക്കാണ് സപ്പോർട്ട് കൂടുതലെന്ന്. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ സപ്പോർട്ടെല്ലാം മനസ്സിലാക്കിയിട്ട് അവിടെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ നേടി അവിടെ നിൽക്കുന്ന ആൾക്കാരെ വീഴ്ത്താനെ കൊണ്ട് പല പരിപാടിയും പിന്നെ പ്ലാൻ ചെയ്യും. അതിലൊരു പരിപാടിയായിട്ടാണ് ഇപ്പോഴത്തെ PR പ്ലാനിങ്ങുകളും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആ ബിഗ് ബോസിൻ്റെ അകത്ത് ടോപ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികളെ സപ്പോർട്ട് കൂടുതൽ, പ്രേക്ഷക പിന്തുണ കൂടുതൽ നിൽക്കുന്ന മത്സരാർത്ഥികളെ പ്രേക്ഷക പിന്തുണ കുറഞ്ഞു നിൽക്കുന്ന മത്സരാർത്ഥികൾ കൂട്ടാനുള്ള പല പരിപാടിയും നോക്കും. അതിലൊരു പരിപാടിയാണ് ഈ PR പരിപാടി. ഇതിപ്പം ബിന്നി ഒരു 16 ലക്ഷത്തിൻ്റെ PR കണക്ക് കൊണ്ടുവന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുമായിട്ടാണ് ഇപ്പോൾ ചർച്ചയിലോട്ട് പോകുന്നത്. അടുത്തത് ഇന്നത്തെ ലൈവിൽ, ഇന്നത്തെ മോർണിംഗ് ടാസ്കിനകത്ത് ആദിൽ അനീഷിനെ പറ്റിയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുവാണ് ജനങ്ങളിലേക്ക്, ഈ സംഭവം ഇട്ട് കൊടുക്കുവാണ്. ഇത് ചർച്ച ചെയ്യാനും ഇവർ PR മേടിച്ചിട്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇന്ന് രാവിലെ ആദില അനീഷിനോട് പറയുന്നൊരു കാര്യമാണ്. അനീഷ് ഇതുപോലെ പുള്ളിക്കാരൻ്റെ കൃഷിയും ഭൂമിയും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് തമാശ രൂപത്തിലാണ് പറയുന്നത്. പക്ഷേ അത് ഔട്ട് പോകുമ്പോഴത്തേക്ക് അത് എടുക്കേണ്ട ആൾക്കാർ, പണിയെടുക്കേണ്ട ആൾക്കാർ വേണ്ടുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് നല്ലോണം അതിലേക്ക് അറിയാം. അതുകൊണ്ടൊരു തമാശ രീതിയിൽ ഇട്ട് കൊടുത്ത്, അങ്ങനെയാണല്ലോ പുള്ളിക്കാർ ചെയ്യുന്നത്. പുള്ളിക്കാരിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. കാരണം അനുമോളെ കൂടെ നിന്നിട്ട് പുള്ളിക്കാരി ഈ നൂറയും ആദിലെ എന്താണ് ചെയ്യുന്നത്, കൂടെ നിന്നിട്ട് ഞങ്ങൾ ഭയങ്കര ചങ്കുകളാന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടും കൂടെ നടക്കുന്നത്. അപ്പം ഇവർ ചെയ്യുന്ന വേലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അനുമോളെ അങ്ങോട്ട് പൊക്കി പറയും. എന്നിട്ട് ടാസ്കും കാര്യങ്ങളും വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജയിൽ നോമിനേഷൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ, ഇതിലൊന്നും അനുമോളെ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെയും കുത്തും. ജയിലിൽ പോകാനാണെങ്കിലും അനുമോളെ പേരെടുത്തിടും. ക്യാപ്റ്റൻസി മത്സരം വന്നു കഴിഞ്ഞാൽ അനുമോൾ അതിലോട്ട് നോമിനേറ്റ് ചെയ്യത്തില്ല. അതുപോലെ ഈ വീക്കിലി ടാസ്കിനകത്ത് കോയിനോ കാര്യങ്ങളോ എത്ര നല്ലോണം പെർഫോം ചെയ്താൽ പോലും ഒരു കോയിൻ പോലും കൊടുക്കത്തില്ല. അതാണ് ഇവർ ചെയ്യുന്ന വേല. പുറകിൽ നിന്ന് കുത്തി നൈസായിട്ട് ജനങ്ങൾക്ക് പോലും മനസ്സിലാവാത്തുള്ള രീതിയിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവരെ ഒരു ക്യാരക്ടർ. അപ്പം ഇവിടെ ആദില പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയെല്ലാം വിറ്റിട്ട് PR വർക്കുകാർക്ക് കൊടുത്ത് ആ പൈസ എല്ലാം PR വർക്കുകാർക്ക് കൊടുത്തിട്ടാണ് അനീഷ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് മോർണിംഗിൽ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസും ഇന്ന് പറയുന്നുണ്ടായിരുന്നു, PR-കാരെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുപോലെ അനീഷിൻ്റെ PR അനുവിൻ്റെ അമ്മയെ കരയിച്ചു, അനുവിനെ ബുള്ളിങ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇത് ചിരിയാണ് വരുന്നത്, ചിരിയല്ലാതെ എന്താണ് വരുന്നത്. ഇവരെ മാനിപ്പുലേഷൻ, അതിൻ്റെ അകത്ത് നടക്കുന്ന പ്ലാനുകൾ, സപ്പോർട്ട് കൂടുതൽ, പ്രേക്ഷക പിന്തുണ കൂടുതൽ കിട്ടിയിരിക്കുന്ന ആൾക്കാരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന മാനിപ്പുലേഷൻ ഡ്രാമ മനസ്സിലാവത്തില്ലെന്നാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിനെ ഏച്ചു പിടിക്കാനെ കൊണ്ട്, ഇതിൻ്റെ വാല പിടിക്കാനെ കൊണ്ട് കുറേ യൂട്യൂബേഴ്സ് വെളിയിൽ ഇരുന്നിട്ട് വീഡിയോ ഇടുന്നുണ്ട്. കുറേ ആൾക്കാർ സത്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ പൊക്കിക്കൊണ്ട് വരാനുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീഗ്രേഡ് ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ മാക്സിമം അവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ നിങ്ങൾ വോട്ട് ചെയ്ത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. നല്ല ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ വിൻ ചെയ്യട്ടെ, അതേ പറയാൻ പറ്റൂ. നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്തിട്ടുള്ള, നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാർ അവിടെ വിൻ ചെയ്തിട്ടെ. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള വാഴകളായിട്ട് നിന്ന് ബിഗ് ബോസ് കൊടുക്കുന്ന പൈസയും അവിടുത്തെ ട്രോഫിയും മേടിച്ച് 50 ലക്ഷവും മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ, ജനങ്ങൾ ആട്ടിത്തുപ്പി കാലേ വാരി തൂത്ത് കളയുന്ന സ്വഭാവം കാണിക്കുന്ന ടീമുകളെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ IQ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, മുന്നുള്ള സീസണുകളിൽ എത്ര ആൾക്കാർക്ക് ജനങ്ങൾ കപ്പ് മേടിച്ചു കൊടുത്തു. ഈ പറയുന്ന വ്യക്തികൾ ഒരു ദിവസങ്ങളിൽ ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവരൊക്കെ എവിടെ പോയി? കപ്പും കൊണ്ട് എവിടെ പോയി? ദിൽഷ എന്ന് പറഞ്ഞ റോബിൻ കാരണം കപ്പ് കിട്ടിയൊരു വ്യക്തിയാണ് ദിൽഷയുടെ പൊടി പോലും
ഇത്രയും ജനങ്ങളെ സപ്പോർട്ട് ചെയ്തതോടുകൂടി കപ്പ് കിട്ടിയ ഒരു വ്യക്തിയാണ് ദിൽഷ. ആ ദിൽഷ വന്നിട്ട് ഒരു ജനങ്ങൾക്കെതിരെ ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞു ഇല്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ടേ, അവരെ കഴിവ് കൊണ്ടാണ് അവർ കപ്പ് നേടിച്ചെന്നുള്ളൊരു ധാരണയിലാണ് നടക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ പോട്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ കാര്യം. ഒരു കോമണറായിട്ട് വന്നൊരു വ്യക്തി സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം കഷ്ടപ്പാടും ഹാർഡ് വർക്കും കൊണ്ടിട്ട് കയറി വന്ന് ജനങ്ങളെ പിന്തുണയും ജനങ്ങളെ സ്നേഹവും പിടിച്ചു പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്ന ഇനി അവൻ്റെ മണ്ടയിലോട്ട് അവൻ PR കൊടുത്തിട്ട് വന്നോണ്ടാണ് അവൻ ഇവിടെ നിൽക്കുന്നതെന്ന്. എന്തുവാടേ, സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു അനീഷ് ഒരു കൃഷിക്കാരനാണ്. ഒരു കൃഷിക്കാരനെ അറിയാവൂ. ഒരു കൃഷിക്കാരൻ്റെ ഭൂമിയോട്, അയാൾ കൃഷി ചെയ്യുന്ന ഭൂമിയോടുള്ള സ്നേഹം അയാൾക്കേ അറിയാവൂ. ആ ഒരു മണ്ണിനോടുള്ള സ്നേഹം അയാൾക്കേ അറിയാവൂ. ഈ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് അയാൾ കൃഷി ചെയ്യുന്ന വസ്തു, പാടങ്ങൾ വിറ്റിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തോടെ പറയണ്ട, അതിന് എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കുവാണ്. ഇത്രയും തലയ്ക്ക് വിവരമില്ലാത്ത ടീംസുകളാണ് ഈ ബിഗ് ബോസിൽ പോയി കിടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് അല്ലേ. ഈ ഒരു സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം ജീവനാണ്. അത് അനീഷ് പറയുന്നുണ്ട്. ഈ കൃഷിഭൂമിയും ഈ പാടങ്ങളും അല്ലെങ്കിൽ ഈ വസ്തുക്കളൊക്കെ എനിക്ക് ജീവനാണ്. അത് വിറ്റിട്ട് ഇവിടെ വരേണ്ട ഒരാവശ്യവും എനിക്കില്ല. എന്നാ പിന്നെ അത് വിറ്റിട്ട് പുള്ളിക്ക് ബിഗ് ബോസിൽ പോയി കിടക്കേണ്ട ആവശ്യം എന്തുവാടേ? ബിഗ് ബോസിൽ പോയി അത് വിറ്റിട്ട് ബിഗ് ബോസിൽ പോയി കപ്പടിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു ഇതുമില്ലാതെ, ഒരു ജനങ്ങൾ പോലും അറിയാത്ത ഒരാൾ സ്വന്തം നെൽവയലുകളും പാടങ്ങളും വിറ്റിട്ട് ബിഗ് ബോസിൽ പോയി കപ്പടിക്കുമെന്ന് എങ്ങനെ അയാൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും? എങ്ങനെ അയാൾക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലെന്തെങ്കിലും ഈ പറയുന്നതിനകത്ത് കുറച്ചെങ്കിലും കേൾക്കുന്നവർക്കെങ്കിലും കുറച്ചെങ്കിലും ഇത് വേണ്ടടേ. അത് ഇപ്പം അനീഷ് ക്യാമറയെ നോക്കി പറഞ്ഞേക്കുവാണ് ബിഗ് ബോസ് ടീം. കാരണം അതാണ് അനീഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ അനീഷ് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥ എനിക്കില്ല, അതിൻ്റെ ആവശ്യവുമില്ല. സ്വന്തം വ്യക്തിത്വം അതിൽ അടിയുറച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ പറയുന്നത്. ബിഗ് ബോസ് എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ ഇവർ പറഞ്ഞിട്ടുള്ള നെൽകൃഷി വിറ്റിട്ടാണ് ഞാനിവിടെ PR പണികൾ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ നെൽകൃഷിയും എൻ്റെ വയലുകളും അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളത് ഉറപ്പുവരുത്തുക. അത് നിങ്ങൾ തെളിയിക്കണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് ഒരാൾ ക്വാളിറ്റി. അതാണ് ഒരു ആരോപണം വരുമ്പോഴത്തേക്ക് അത്രയും കോൺഫിഡൻസ് ലെവലിൽ നിന്നിട്ട് സംസാരിക്കാൻ പഠിക്കണം. അയാൾക്ക് അത്രയും ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പെട്ടെ, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് 5 വർഷം ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാൾക്ക് PR എന്താണെന്ന് അറിയത്തില്ലെന്നൊക്കെ പറയുന്ന ഒരു കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ PR മാത്രം പഠിക്കാനാണോ ഈ 5 വർഷം ആൾക്കാർ ബിഗ് ബോസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിനെ പറ്റിയിട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അതിൽ എങ്ങനെ പോയി നിൽക്കണം, എങ്ങനെ ഗെയിം കളിക്കണം, എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് അതിനെ പറ്റിയിട്ടൊക്കെ കുറേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 വർഷം എടുത്തെന്നും 2 വർഷം എടുത്തെന്നൊക്കെ പറയുന്നത്. അല്ലാതെ PR വേണ്ടിയിട്ട് 5 വർഷം എടുത്തെന്നല്ല ഈ പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പൊ എല്ലാവർക്കും PR പറ്റി അറിയണമെന്നില്ല. എല്ലാവരും PR എന്ന് പറയുന്നതല്ലാതെ ഈ PR ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന കമന്റ് ഇടുന്ന ആരെങ്കിലും PR ബന്ധപ്പെട്ടിട്ടുണ്ടോ? PR എന്തെങ്കിലും ഉടമ്പടി കരാറുകൾ വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം പിന്നെ PR എന്താണെന്ന് എങ്ങനെ അറിയും? പുള്ളി പറഞ്ഞത് ശരിയാണ്, പുള്ളിക്ക് PR എന്താണെന്ന് അറിയത്തില്ല. പുള്ളി PR പണി ചെയ്തിട്ടുമില്ല. പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. പുള്ളിക്ക് PR എന്താണെന്ന് അറിയാമെങ്കിൽ അവിടെ പറയാം. പുള്ളി ക്യാമറയുടെ മുമ്പിൽ നോക്കിയിട്ട് എനിക്ക് PR എന്താണെന്ന് എനിക്ക് അറിയാം ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഉറപ്പിക്കാം പുള്ളി PR കൊടുത്തിട്ടുണ്ടെന്ന്. പുള്ളിക്ക് PR എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്, പുള്ളി PR കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് പുള്ളി ക്യാമറയുടെ മുമ്പിൽ ധൈര്യത്തോടെ കോൺഫിഡൻസോടെ പറയുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് കുറേ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഇതാണ് പറയുന്നത്, ഡീഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ 3-4 ആഴ്ചയേ ഉള്ളൂ. കാരണം ഒരു കപ്പിലോട്ട് അടുക്കാൻ 4 ആഴ്ചയുള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കണ്ടസ്റ്റൻസിനെ അടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇപ്പം പറയുകയാണ്, അനുമോള് മാത്രമല്ല, ഇപ്പം ഈ അനുമോളോ അനീഷോ ഇവർ രണ്ടും മാത്രമല്ല, ഇവർക്കെതിരെ നടക്കുന്ന ഡീഗ്രേഡിങ് പോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്, ഏത് കണ്ടസ്റ്റൻസിനായാലും ഇങ്ങനെയുള്ള ഡീഗ്രേഡിങ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെതിരെ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ.
അതിനെതിരെ സംസാരിച്ചേ പറ്റൂ. കാരണം ഒരു കണ്ടസ്റ്റൻസിനും ഈ പി ആർ കൊടുത്തെന്ന് പറഞ്ഞിട്ടുള്ള ഡീഗ്രേഡിങ് നടത്തി മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ പി ആർ ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർ ഡീഗ്രേഡിങ് നടത്തി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് നെഗറ്റീവാക്കി അവരെ വോട്ട് ഉറപ്പിക്കുന്ന ഒരു ജനങ്ങളെ കൊണ്ട് ഇതൊക്കെ ഒരു മാനിപ്പുലേഷനാണ് ചെയ്യുന്നത്. ജനങ്ങളെ കൊണ്ട് ഇത് ഇത് ജനങ്ങളെ മനസ്സിലേക്ക് ഇതങ്ങ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുവാണ്. കണ്ട, അവൻ പി ആർ മേടിച്ചിട്ടാണ് അവൻ ഇത്ര നാളെ നിൽക്കുന്നത്. അപ്പൊ ജനങ്ങൾ എന്ത് വിചാരിക്കും? ശരിയാണല്ലോ, അതൊരു പന്നപരിപാടിയില്ലേ, പുള്ളി കൃഷിയും പാടൊക്കെ ഇത് കൊടുത്തിട്ടാണോ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ ഇത്രയും വോട്ട് സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അത് വേണ്ട, അങ്ങനെ വേണ്ട, അപ്പൊ അത്രയും ഉടായ്പ കാണിച്ചവനെ ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു ജനങ്ങളുടെ ഇടയിലേക്ക് എന്നുള്ളൊരു വിഷം ഉണ്ടല്ലോ, ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുവാണ് ഈ ഡീഗ്രേഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇതിനകത്തൊന്നും ആരും ചെന്ന് വീഴല്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. സത്യം പറഞ്ഞ ഇന്നത്തെ മോർണിംഗിൽ അനീഷ് പറഞ്ഞ കാര്യത്തിനോട്, കാരണം എനിക്ക് അനീഷിനോട് യോജിപ്പുണ്ട് കേട്ടോ. കാരണം പുള്ളിക്കാരൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ബിഗ് ബോസ് ടീം അത് കാണിക്കണം. കാരണം ഈ വട്ടം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ, വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായിരിക്കും, ഇതായിരിക്കും ചർച്ച. മിക്കവാറും ഈ ഒരു വീഡിയോ അനീഷിന്റെ നാട്ടിൽ പോയിട്ട് ആ ഒരു നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ബിഗ് ബോസ് ടീം കാണിച്ചിരിക്കും. കാരണം പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട്, പുള്ളിക്കാരന്റെ ജീവനാണ് അതൊക്കെ. ഇത്രയും നാളും പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് അതിൽ നിന്നാണ് കയറി വന്നിട്ടുള്ളത്, അതിൽ നിന്നുള്ള ആഹാരങ്ങളാണ് പുള്ളി തിന്നിട്ടുള്ളത്. എന്നിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് ആ ഒരു പുള്ളി അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഴിച്ച മണ്ണ് അത് ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ട് കൊടുത്ത് പി ആർക്ക് വേണ്ടിയിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു മനുഷ്യനും, ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പുള്ളിക്കാരൻ അവിടെ ക്യാമറയുടെ മുമ്പിൽ പോയിരുന്നിട്ട് പറഞ്ഞത്. കാരണം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ഇപ്പം കോമഡറായിട്ട് എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ എന്തുകൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല? അതാദ്യം മനസ്സിലാക്കുക. അനീഷ് എന്നൊരു വ്യക്തിയുടെ ഗെയിമും അനീഷ് എന്നൊരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയും കൊണ്ടിട്ടാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അയാൾക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർക്ക് അത് ദഹിക്കുന്നില്ല. പി ആറാന്ന് പറഞ്ഞ് പി ആർ എടുത്തിട്ടാണ് ഇത്രയൊക്കെ കയറി വന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ഡിഗ്രേഡ് ചെയ്ത് അടിച്ച് താക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം തോന്നുന്നതല്ല, 100% ഉറപ്പ് തന്നെയാണ്, അതിനകത്ത് വേറെ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം